നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ നിയമസഭ സമ്മേളിക്കുന്നതിന് മുൻപ് ഓർഡിനൻസിലൂടെ ന്യൂനപക്ഷ കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ മൗനം വെടിയണമെന്ന് KP ശശികല. കയ്പമംഗലത്ത് മദ്യപിച്ചെത്തിയ സംഘം വീടിന് നേരെ ആക്രമണം നടത്തിയതായി പരാതി. തളിക്കുളം കുന്നത്തുപള്ളിയിൽ റിഫായി റാത്തീബ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ നിയമസഭ സമ്മേളിക്കുന്നതിന് മുൻപായി ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ ഓർഡിനൻസ് വഴി രൂപീകരിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിന് താൽപര്യമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല. ഇക്കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിക്കാൻ തയ്യാറാകണം. ഇതിനെതിരെ യുവജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിന് തയ്യാറാകുമെന്നും ശശികല ടീച്ചർ പറഞ്ഞു. ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യാൻ കഴിയുന്ന വൃദ്ധന്മാരെ പോലും യുവാക്കളായി കണ്ടുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി സംസാരിച്ചിരിക്കുന്നത്. എല്ലാവരെയും യുവാക്കളായി കാണുക. നാടിനെ മാറ്റിമറിക്കാൻ നേരത്തെ ഇവിടെ മുൻ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏതാനും യുവാക്കളുണ്ടെങ്കിൽ നാടിനെ മാറ്റിമറിക്കാം. വിവേകാനന്ദ സ്വാമി തെളിയിച്ചു. തളർന്നും തകർന്നും ഇരുന്നിരുന്ന ഭാരത ജനതയെ അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കൊരു ഭാവിയുണ്ട് എന്ന് സ്വയം തോന്നിച്ചുകൊണ്ട് പോരാടാനുള്ള ആത്മവീര്യം അവരിലേക്ക് പകർന്നു കൊടുത്തു. ആ യുവത്വത്തിന് പലതും സാധിക്കുമെന്ന് ഇന്നലെകളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ കാലടിയിൽ ജനിച്ച് കാലടി വെച്ച് സർവജ്ഞ പീഠം കയറിയ ശങ്കരാചാര്യർ തന്റെ യുവത്വം കൊണ്ട് ഭാരതീയ സംസ്കാരത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തെളിയിച്ചതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശങ്കരാചാര്യന്മാർ, അത്തരത്തിലുള്ള വിവേകാനന്ദന്മാർ, ശ്രീനാരായണ ഗുരുമാർ, ചട്ടമ്പി സ്വാമികൾ, ഇവരെല്ലാം നമ്മളുടെ എല്ലാം ഉള്ളില് ചെറിയ തോതിലെങ്കിലും ഒരു അണ്ണാറക്കണ്ണന്റെ രൂപത്തിലെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പ്. സങ്കീർണമായ ഇന്നത്തെ കാലഘട്ടത്തില് ധർമ്മത്തെ, സംസ്കാരത്തെ രക്ഷിക്കാൻ ആ കഴിവുകൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യുവത്വത്തിന്റെ മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം. ബിവറേജസിന്റെ മുന്നിലെ ക്യൂവിന് നീളം കൂട്ടുവാനോ പത്രമാധ്യമങ്ങളിൽ ഹരം പിടിപ്പിക്കുന്ന മസാല കഥകൾ വരുന്ന ലൈംഗിക അതിക്രമങ്ങളിലെ പങ്കുകാരാകാനോ ഇതിനൊന്നുമല്ല യുവത്വം ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ടത് എന്ന് ഏറ്റവും നന്നായി നമ്മളിലേക്ക് എത്തിച്ചു തന്ന വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ വാക്കുകൾക്ക് ഇന്ന് മുമ്പ് എന്നത്തേക്കാൾ കൂടുതൽ പ്രസക്തിയുണ്ട്. ആ വിവേകാനന്ദനെ പ്രസവിച്ച ഈ ഭാരതത്തില്, ശങ്കരാചാര്യരെ പ്രസവിച്ച ഈ ഭാരതത്തില്, നേതാജിയെ പ്രസവിച്ച ഈ ഭാരതത്തില്, ഡോക്ടർജിയെയും ഗുരുജിയെയും ഒക്കെ സംഭാവന ചെയ്ത ഈ ഭാരതത്തില് ഇന്ന് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള അപാകതകള്, യുവത്വം മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ മറ്റു പല അതിക്രമങ്ങളിലും മുഴുകിക്കൊണ്ട് തങ്ങളുടെ കഴിവുകൾ നശിപ്പിക്കുന്ന ഒരു ദുരവസ്ഥ എങ്ങനെ വന്നു എന്നുള്ളതിൽ നിന്നാണ് ഈ യുവസംഗമത്തിന് എന്തായിരിക്കണം നമ്മുടെ ഭാവി എന്നതിനെ പറ്റി ചിന്തിക്കേണ്ടത്. PR താരാനാഥൻ മാസ്റ്റർ അധ്യക്ഷനായി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രണ്ടാമതായി ദേവപ്രഭ ഈ കൊച്ചുമിടുക്കിയെ ഇവിടെ സമാദരിക്കുന്നു. അടുത്തതായി കുമൻ മാർക്കോടുകൂടി വാങ്ങിയ ഈ കൊച്ചുമിടുക്കിയെ ഇവിടെ സമാദരിക്കുകയാണ്. അടുത്തതായി ശ്രീ സംഗീതിനെ ക്ഷണിച്ചുകൊള്ളും. അതുപോലെ തന്നെ സമാദരിക്കുന്നു. അടുത്തതായി RSS ജില്ലാ സംഘചാലക് KS പത്മനാഭൻ, അഡ്വക്കേറ്റ് സന്തോഷ് അരയമ്പറമ്പിൽ, SNDP യോഗം നാട്ടിയ യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, NS പ്രജീഷ്, TV ബാബു എന്നിവരും സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി എടമുട്ടം ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മഹാശോഭയാത്രയും ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള
CPM വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ സമരപ്രചാരണ ജാഥ നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അതേ മുദ്രാവാക്യങ്ങളിൽ ഏതൊരു പരിഷ്കൃത സമൂഹവും ആ സമൂഹത്തിലെ ഭരണാധികാരികൾ സമൂഹത്തിലെ ജനങ്ങളോട് ചെയ്യാൻ ബാധ്യസ്ഥമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉയർത്തിപ്പറയൂ. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുകയും അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന 77 രാഷ്ട്രങ്ങളുടെ MP ഭാസ്കരൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KC പ്രസാദ്, വൈസ് ക്യാപ്റ്റൻ CM നിസാർ, ധർമ്മദാസ് ചെരുവിൽ എന്നിവരും സംസാരിച്ചു. സമാപന സമ്മേളനം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമസേവാ സമിതിയുടെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ചലച്ചിത്ര നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെതിരെ വിശ്വസിച്ചാലും ഒന്നിലും വിശ്വസിച്ചില്ലെങ്കിലും ശരി അവരെ സഹായിക്കുക എന്ന ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ആരെങ്കിലും പറയട്ടെ. പക്ഷേ ഇനി വേറൊരു രീതിയിൽ നോക്കിയാൽ ഇങ്ങനെയൊന്നും അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലുണ്ട്. ബീവറേജ് കോർപ്പറേഷൻ രാജ്യവും മതവും വർഗവും യാതൊന്നും ചെയ്യാൻ എല്ലാ നിലയ്ക്കും ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വളരെ ക്ഷമയോടുകൂടി പുരുഷന്മാര് ഇത്ര ക്ഷമയോടുകൂടി പെരുമാറുന്ന ഒരു സ്ഥലം ബീവറേജ് കോർപ്പറേഷനാണ്. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ. സ്മോളി തന്നെ ജീവിത ലക്ഷ്യമെന്ന് കണക്കാക്കുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നതാണ്. ഞാൻ മറന്നതല്ല ഇത് പറയുന്നത്. N രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വാർഷിക ചിലവ് കണക്കുകൾ AG ധർമ്മരത്നം അവതരിപ്പിച്ചു. KK സുബ്രഹ്മണ്യൻ, MS സന്ദീപ്, ഭവ്യ ES, TK കുട്ടൻ, KS രാജൻ എന്നിവരും സംസാരിച്ചു. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട് ആക്രമിച്ച് ജനലുകൾ തല്ലിപ്പൊളിച്ചതായി പരാതി. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് എട്ടംഗ മദ്യപ സംഘം വീട് ആക്രമിച്ചത്. പയറ്റില്ലംപറമ്പത്ത് ഗോപാലകൃഷ്ണന്റെ വീടാണ് ആക്രമിച്ചത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെത്തിയ അക്രമികൾ കരിങ്കല്ലുകൊണ്ട് വീടിന്റെ ജനലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. ഈ സമയത്ത് ഗോപാലകൃഷ്ണനും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ അവർക്ക് നേരെ ആക്രമണവും ഉണ്ടായി. സംഭവത്തെ തുടർന്ന് മതിലകം പോലീസ് സ്ഥലത്തെത്തി കേസന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള.